കർത്താവും എൻ്റെ ദൈവവുമേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന എല്ലാ മക്കളുടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകളെല്ലാം നീക്കി അവർക്ക് സന്തോഷവും സമാധാനവും അവിടുന്ന് കൊടുക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം 19-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ആകെ 37 വചനങ്ങളാണുള്ളത്. ഈ അധ്യായം ഇസ്രായേലിയർ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിനായുള്ള ദൈവത്തിൻ്റെ നിബന്ധനകളും ധാർമ്മിക നിയമങ്ങളും ഉൾക്കൊള്ളുന്നൊരു അധ്യായമാണ്. ഇതിനെ വിശുദ്ധിയുടെ നിയമം എന്നും വിളിക്കുന്നു. യഹോവ വിശുദ്ധനാകുന്നു, അതുകൊണ്ട് തൻ്റെ ജനവും വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്: നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം. എൻ്റെ ശബ്ബത്തുകൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് തിരിയരുത്. ദേവന്മാരെ നിങ്ങൾ വാർത്തുണ്ടാക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. യഹോവയ്ക്ക് സമാധാനയാഗം അർപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അർപ്പിക്കണം. അർപ്പിക്കുന്ന ദിവസവും പിറ്റന്നാളും അത് തിന്നാം. 3-ാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ട് കളയണം. 3-ാം ദിവസം തിന്നു എന്ന് വരികിൽ അത് അറപ്പാകുന്നു, പ്രസാദമാകുകയില്ല. അത് തിന്നുന്നവൻ കുറ്റം വഹിക്കും. യഹോവയ്ക്ക് വിശുദ്ധമായത് അവൻ അശുദ്ധമാക്കിയല്ലോ. അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. ദൈവം പറയുന്നത്, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണമെന്ന്. ശരിക്കും ഭയപ്പെടണം. ഭയപ്പെടുക എന്ന വാക്കിന് എബ്രായ ഭാഷയിലെ ഈറ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബഹുമാനിക്കുക, ആദരിക്കുക, മാന്യമായി പെരുമാറുക എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം ഇത് പറയാനുള്ള പ്രധാന കാരണങ്ങൾ: കുടുംബം സമൂഹത്തിൻ്റെ അടിസ്ഥാനമാണ്. മാതാപിതാക്കൾ ദൈവം മനുഷ്യർക്ക് നൽകിയ ആദ്യ അനുഗ്രഹമാണ്. കുട്ടികളുടെ വിശ്വാസവും സംസ്കാരവും ന്യായവും പഠിപ്പിക്കുന്ന പ്രധാന അധ്യാപകർ മാതാപിതാക്കളാണ്. കുട്ടികളെ നല്ല വഴിയിൽ നടത്താൻ ദൈവം ചുമതലപ്പെടുത്തിയതിനാൽ അവരുടെ ഉപദേശത്തെയും മാർഗനിർദ്ദേശത്തെയും ആദരിക്കണമെന്ന് ദൈവം ആവശ്യപ്പെട്ടു. പുറപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്: നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. പുറപ്പാട് 20:12. എൻ്റെ ശബ്ബത്തുകൾ പ്രമാണിക്കണം. എന്തുകൊണ്ടാണ് ദൈവം ഇത് ആവശ്യപ്പെടുന്നത്? താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഉൽപ്പത്തി 2:3. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്: നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, നിങ്ങൾ എൻ്റെ ശബ്ബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്നറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ശബ്ബത്ത് ആചരിക്കണം. അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. പുറപ്പാട് 31:12 മുതൽ 13 വരെയാണ് ഞാൻ വായിച്ചത്. ദൈവം ശബ്ബത്ത് സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ചുരുക്കി നമുക്കിങ്ങനെ പറയാം: മാതാപിതാക്കൾ ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ്. ശബ്ബത്ത് ദൈവം നൽകിയ വലിയ ആത്മീയ അനുഗ്രഹവുമാണ്. വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് തിരിയരുത്. ദേവന്മാരെ നിങ്ങൾ വാർത്തുണ്ടാക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എന്താണ് വിഗ്രഹം? വിഗ്രഹം എന്നതിന് പൊതുവെ പല അർത്ഥങ്ങളുണ്ടാകുന്നു. മരം കൊണ്ടോ കല്ലുകൊണ്ടോ ലോഹം കൊണ്ടോ ചിത്രങ്ങളായോ ആരാധനയ്ക്കായോ തങ്ങളുടെ കരങ്ങളാൽ നിർമ്മിച്ച രൂപമാണ് വിഗ്രഹം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദൈവമല്ലാത്ത ഒരു വസ്തുവിനെയും ഒരു രൂപത്തെയും ദൈവമായി കാണുന്നത് ആണ് വിഗ്രഹം. 9 മുതൽ 18 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്: നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിൻ്റെ അരികു തീർത്ത് കൊയ്യരുത്. നിന്റെ കൊയ്ത്തിൽ കാല പെറുക്കുകയും അരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പറിക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണുകിടക്കുന്ന പഴം പെറുക്കുകയും അരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തനോട് ഭോഷ്ക് പറയരുത്. എൻ്റെ നാമത്തെക്കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്. അവൻ്റെ വസ്തു കവർച്ച ചെയ്യുകയും അരുത്. കൂലിക്കാരൻ്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കലിരിക്കരുത്. ചെകിടനെ ശപിക്കരുത്. കുരുടൻ്റെ മുമ്പിൽ ഇടർച്ച വെക്കരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. ഞാൻ യഹോവയാകുന്നു. ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്. എളിയവൻ്റെ മുഖം നോക്കാതെയും വലിയവൻ്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം. നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്. കൂട്ടുകാരൻ്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്. ഞാൻ യഹോവയാകുന്നു. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദോഷിക്കരുത്. കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താൽപ്പര്യമായി ശാസിക്കണം. പ്രതികാരം ചെയ്യരുത്. നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വെക്കരുത്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ യഹോവയാകുന്നു.
നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. 2 തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത്. 2 വക സാധനം കലർന്ന വസ്ത്രം ധരിക്കരുത്. 2 തരം മൃഗങ്ങളെ ഇണ ചേർക്കരുത്. അതായത് മിക്സഡ് ബ്രീഡിംഗ് അല്ലെങ്കിൽ ക്രോസ് ബ്രീഡിംഗ്. എന്തുകൊണ്ട്? ജൈവശാസ്ത്രപരവും കൃഷിപരവുമായ കാരണങ്ങളാൽ പലപ്പോഴും ഉണ്ടാകുന്ന കുട്ടികൾ ആരോഗ്യമില്ലാത്തവരായി ജനിക്കും എന്നാണ് പറയപ്പെടുന്നത്. നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത്. എന്തുകൊണ്ട്? വിവിധ വിത്ത് കലർത്തി വിതയ്ക്കുന്ന വിളവ് പരിപാലനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. 20 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. ഒരു പുരുഷന് നിയമിച്ചവളും വീണ്ടെടുക്കപ്പെടുകയോ സ്വാതന്ത്ര്യം കിട്ടുകയോ ചെയ്യാത്തവളുമായ ഒരു ദാസിയോട് കൂടെ ഒരുത്തൻ ശയിച്ചാൽ അവരെ ശിക്ഷിക്കണം. എന്നാൽ അവൾ സ്വാതന്ത്ര്യമില്ലാത്തവളായാൽ അവരെ കൊല്ലരുത്. അവൻ യഹോവയ്ക്ക് അകൃത്യയാഗത്തിനായി സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഒരാട്ടുകൊറ്റനെ കൊണ്ടുവരണം. അവൻ ചെയ്ത പാപത്തിനായി പുരോഹിതൻ അകൃത്യയാഗത്തിൻ്റെ ആട്ടുകൊറ്റനെ കൊണ്ട് അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ പാപം ചെയ്ത് അവനോട് ക്ഷമിക്കും. അവൻ ചെയ്ത പാപം അവനോട് ക്ഷമിക്കും. നിങ്ങൾ ദേശത്തെത്തി ഭക്ഷണത്തിന് ഉതകുന്ന സകലവിധ വൃക്ഷങ്ങളും നട്ട ശേഷം നിങ്ങൾക്ക് അവയുടെ ബലം പരിച്ഛേദന കഴിയാത്തതുപോലെ ആയിരിക്കണം. അത് 3 സംവത്സരത്തേക്ക് പരിച്ഛേദന ഇല്ലാത്തതുപോലെ ഇരിക്കണം. അത് തിന്നരുത്. എന്തുകൊണ്ട് ഇങ്ങനെയൊരു നിയമം? കൃഷിശാസ്ത്രപരമായ കാരണങ്ങളാൽ എന്തൊക്കെയെന്ന് നോക്കാം. പഴമരങ്ങൾ നട്ടാൽ ആദ്യ 2-3 വർഷങ്ങളിൽ ഫലം പൂർണ്ണമായി വികസിച്ചിട്ടുണ്ടാവില്ല. മരത്തിൻ്റെ ശക്തിയും വളർച്ചയും കുറവായിരിക്കും. ആദ്യം വരുന്ന ഫലങ്ങൾ സാധാരണയായി രുചിയിലും ഗുണത്തിലും കുറവുണ്ടാകും. മരത്തിൻ്റെ ആരോഗ്യം, വേര്, കൊമ്പ്, ഇലകൾ എന്നിവയുടെ വളർച്ച പൂർണ്ണമായിട്ടുണ്ടാവില്ല. 4-ാം വർഷം മുതൽ മരങ്ങൾ നല്ല ഗുണമുള്ളതായ ഫലം കായ്ക്കാൻ കഴിയുന്നു. അതായത് ദൈവ നിയമത്തിൽ കൃഷിജ്ഞാനവും വരുത്തിയിട്ടുണ്ട്. 23-ാമത്തെ വചനം. ഒരു പുരുഷന് നിയമിച്ചവളും വീണ്ടെടുക്കപ്പെടുകയോ സ്വാതന്ത്ര്യം കിട്ടുകയോ ചെയ്യാത്തവളുമായ ഒരു ദാസിയോടുകൂടെ ഒരുത്തൻ ശയിച്ചാൽ അവരെ ശിക്ഷിക്കണം. ഒരു പുരുഷന് നിയമിച്ചവൾ എന്നാൽ മറ്റൊരു പുരുഷനോട് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പെണ്ണാണ് അത്. വീണ്ടെടുക്കപ്പെടുകയോ സ്വാതന്ത്ര്യം കിട്ടുകയോ ചെയ്യാത്തവളുമായ ഒരു ദാസിയോടുകൂടെ എന്നാൽ അതാരാണ്? വിവാഹ നിശ്ചയം ഉണ്ടായിരുന്നാലും അവളെ വാങ്ങിയ യജമാനൻ്റെ ഉടമസ്ഥയിൽ തന്നെയാണ്. കാരണം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. തൻ്റെ ഇല്ലായ്മയിൽ സ്വയം പണയമായവളാണ് ദാസി. പണം കൊടുത്ത് ദാസ്യത്തിൽ നിന്ന് ആരും അവളെ മോചിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ ജൂബിലി വർഷം പോലുള്ള പ്രത്യേക നിയമങ്ങൾ വഴി മോചനം ലഭിച്ചിട്ടില്ല. 24 മുതൽ 28 വരെയുള്ള വചനങ്ങൾ. 4-ാം സംവത്സരത്തിൽ അതിൻ്റെ ഫലമെല്ലാം യഹോവയുടെ സ്തോത്രത്തിനായിട്ട് ശുദ്ധമായിരിക്കണം. 5-ാം സംവത്സരത്തിലോ നിങ്ങൾക്ക് അതിൻ്റെ ഫലം തിന്നാം. അങ്ങനെ അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് വർദ്ധിച്ചു വരും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. രക്തത്തോടു കൂടിയതുള്ള ഒന്നും തിന്നരുത്. ആഭിചാരം ചെയ്യരുത്. മുഹൂർത്തം നോക്കരുത്. നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പ് വടിക്കരുത്. താടിയുടെ അറ്റം വിരൂപമാക്കരുത്. മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. മെയ്മേൽ പച്ച കുത്തരുത്. ഞാൻ യഹോവയാകുന്നു. ദൈവം പറഞ്ഞു, മെയ്മേൽ പച്ച കുത്തരുത്. എന്തായിരിക്കും കാരണം? യഹൂദർ പച്ച കുത്തുന്നത് ഒഴിവാക്കുന്നു. അതിന് കാരണങ്ങളുണ്ട്. ശരീരം ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവാത്മാവ് വസിക്കുന്ന ദേവാലയമാണ്. ആത്മീയതയിലും സംസ്കാരത്തിലും ഈ സമീപനം യഹൂദന്മാരുടെ ഇടയിൽ ഇപ്പോഴും ശക്തമാണ്. പച്ചകുത്തൽ സൂക്ഷ്മ ദുരന്തങ്ങളും രോഗസാധ്യതകളും ഉണ്ടാക്കാറുണ്ട് ശരീരത്തിന്. 29 മുതൽ 37 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ദേശം വേശ്യാവൃത്തി ചെയ്ത് ദുഷ്കർമ്മം കൊണ്ട് നിറയാതിരിക്കേണ്ടതിന് നിന്റെ മക്കളെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. നിങ്ങൾ എൻ്റെ ശബത്തുകൾ പ്രമാണിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരത്തോട് ഭയഭക്തിയുള്ളവരായിരിക്കുകയും വേണം. ഞാൻ യഹോവയാകുന്നു. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്. അവരാൽ അശുദ്ധരായിത്തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നരച്ചവൻ്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധൻ്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. ഞാൻ യഹോവയാകുന്നു. പരദേശി നിന്നോടുകൂടെ നിങ്ങളുടെ ദേശത്ത് പാർത്താൽ അവനെ ഉപദ്രവിക്കരുത്. നിങ്ങളോടുകൂടെ പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെപ്പോലെ ഇരിക്കണം. അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നിങ്ങളും മിസ്രയീം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത്. ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ചനുസരിക്കണം. ഞാൻ യഹോവയാകുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശുക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.